നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ ക്രൊയേഷ്യയാണ്. റൗണ്ട് ഓഫ് 32 മത്സരമാണ്. രാത്രി അവിടെ കളി നടക്കുന്നു, ടൊറൻറ്റോയിൽ കളി നടക്കുന്നു. നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 കളി. ഈ കളിയുടെ ദിവസം എന്ന് പറയുമ്പോൾ ഡിയേഗോ ജോട്ട മരണപ്പെട്ടിട്ട് ഒരു വർഷം കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് പോർച്ചുഗൽ പന്ത് തട്ടാനിറങ്ങുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്ത പോർച്ചുഗീസ് താരം വിറ്റിഞ്ഞയോട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഡിയേഗോ ജോട്ടയ്ക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് വേണ്ടി മത്സരം വിജയിക്കുക. അപ്പോൾ അതിന് വിറ്റിഞ്ഞ പറഞ്ഞ മറുപടി വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കാൻ മോട്ടിവേഷൻ ഒരു കുറവുമില്ല. അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്, ജോട്ടയുടെ ആനിവേഴ്സറി. ഞങ്ങൾ ആനിവേഴ്സറി ഓഫ് ഡെത്ത്. സോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു മോട്ടിവേഷൻ ഒന്നുകൂടെ ശക്തിപ്പെടുത്തും. ഞങ്ങൾക്ക് ഈ മത്സരം വിജയിച്ച് പറ്റൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം സമർപ്പിച്ച് കളിക്കളത്തിൽ പോരാടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു എന്നാണ് ഇപ്പോൾ വിറ്റിഞ്ഞ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ടീമിൻ്റെ ആദ്യ പാദങ്ങളിലെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യ പാദം എന്നല്ല, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ, ആ മത്സരങ്ങളിലെ പ്രകടനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പോർച്ചുഗലിൽ നിന്ന് തന്നെ ഉയർന്നു വരികയുണ്ടായി. അതിനെക്കുറിച്ചും വിറ്റിഞ്ഞ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ആളുകളുടെ സംശയങ്ങളും അവരുടെ വിമർശനങ്ങളുമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഇത്തരം വിമർശനങ്ങളെ തുറന്ന കരങ്ങളോടെ സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പുറത്ത് ഇങ്ങനെ ഒരു തലോടൽ, തഴുകൽ, കൊട്ടൽ ഒന്നുമല്ല ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ മോശമായിട്ടാണ് കളിച്ചത്. എപ്പോഴാണ് അങ്ങനെ മോശമായി കളിച്ചതെന്നും എപ്പോഴാണ് നന്നായി ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അത് തുടർന്നും ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം അത് ഞങ്ങൾക്ക് വലിയ ശക്തി പകരുന്ന ഒന്നാണ്. എന്തായാലും ഞങ്ങൾ ഈ കളി വിജയിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. സോ ഞങ്ങൾ കടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ മറ്റാരും കടന്നു പോകുന്നുമുണ്ടാവില്ല. സോ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം സമർപ്പിച്ച് തന്നെ കളിക്കും എന്ന് വിറ്റിഞ്ഞ ഉറപ്പ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.